KPS ഫുഡ് സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ, വാഴയിലയിലുള്ള അട. പ്രത്യേകിച്ച് ഈ അടയ്ക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളൊന്നും കാണിച്ചില്ല. ഞാൻ നോർമലായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഇട്ടത്. തേങ്ങ ചിരകിയിട്ട് അതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. വെറുതെ തേങ്ങ ചിരകി ഉണ്ടാക്കിയേക്കണ അടയാണ്. ആ അടയ്ക്കൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അടയുടെ പൊടി കുഴക്കണതിലുള്ള പ്രത്യേകത അത് നമുക്ക് ഇപ്പോൾ കാണാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളികളുടെ സീസണലായിട്ട് കിട്ടുന്ന ജാക്ക് ഫ്രൂട്ട്, ചക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ശർക്കര വിളയിച്ചതാണ് കേട്ടോ. ശർക്കര വിളയിച്ചത് ചേർക്കാമെന്ന് കരുതിയാണ് ഞാൻ എടുത്തത് ആദ്യം. പിന്നെ എനിക്ക് തോന്നി ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോർമൽ തേങ്ങ ചേർത്തത് കേട്ടോ. ഇത് ഞാൻ ചക്ക ആദ്യം കുക്കറിൽ വേവിച്ചതാണ്. കുക്കറിൽ 2-3 വിസിൽ വേവിച്ചു. അതിനുശേഷം വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ മാറ്റി എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ഒരു പൂണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം വേവിച്ചു. അതിനുശേഷം ഞാൻ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആക്കിയത്. ഒരു വലിയ പാത്രത്തിൽ അതിൽ ഞാൻ ചക്കയിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി വേവിച്ചു. അതിനുശേഷം ഞാൻ അതിൽ ജീരകം, പിന്നെ ചുക്ക്, പിന്നെ ചേർത്തത് ഏലക്കായ. ഇത് മൂന്നും കൂടെ അല്പം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചതാണ് നേരത്തെ ചേർത്തത്. ഇപ്പോൾ ചേർത്തത് അല്പം ശർക്കര ചേർത്തു. ഇതിലും കൂടെ ശർക്കര ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ശർക്കര തേങ്ങയും കൂടി വിളയിച്ചത് ഇടാതിരുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത്, ഇതിപ്പോൾ ഒരു 3/4 കപ്പ് അരിപ്പൊടി ഉണ്ടായിരുന്നു. അത് ചേർത്തിട്ട് അങ്ങോട്ട് കറക്റ്റായില്ല. അതായത് അതിൻ്റെ ഒരു നമ്മൾ കുഴയ്ക്കണ ഒരു ഫോം, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പൊടി ചേർത്തു. ശരിക്കും ഏതാണ്ട് ഒരു 1/4 കപ്പ് പൊടി ചേർത്തിട്ടുണ്ടാകും ഞാൻ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പൊടി ചേർത്താൽ മതി. ചക്കയുടെ രുചി ഉണ്ടാകണമല്ലോ ഇതിന്. അപ്പോൾ അതുകൊണ്ട് പൊടി ചേർത്ത് അതിൻ്റെ ചൂടാറാൻ വേണ്ടി ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ പൊടി ആദ്യത്തെ പ്രാവശ്യം ചേർത്തപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം ചക്ക നന്നായിട്ട് വേവിച്ചു. അതിലേക്ക് നമ്മൾ ജീരകം, ചുക്ക്, ഏലക്കായ നന്നായി പൊടിച്ച് ചേർത്തു. പിന്നെ അല്പം ശർക്കര ഉരുക്കിയത് ചേർത്തു. അത് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ നോർമൽ തേങ്ങ ചേർത്തത്. അതായത് തേങ്ങയും ശർക്കരയും കൂടി വിളയിച്ചതല്ല ഞാൻ നടുവിലിട്ടത്. അപ്പോൾ നമുക്കിനി അടയുണ്ടാക്കാം. ഞാൻ അടയുണ്ടാക്കിയത് വാഴയില വാട്ടിയതിന് ശേഷമാണ് കേട്ടോ. വാട്ടിയിട്ടുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ കൈ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കൈ നമ്മൾ ആദ്യം ഒന്ന് നനച്ചാൽ നല്ലത്. ഞാൻ തൊട്ടടുത്ത് ഒരു ബൗളിൽ, ചെറിയൊരു ചില്ലിൻ്റെ ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് കൈ നനയ്ക്കാനാണ്. കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് പരത്താനും പറ്റും. കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വാഴയിലാണെങ്കിൽ റെക്റ്റാങ്കിളിലാണ് ഞാൻ പരത്തണത്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തി കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കാനും തേങ്ങ ഇടാനും കംഫർട്ടബിളായിരിക്കും. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇപ്പോൾ വാഴയില കിട്ടാനില്ല എങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിയിൽ ഇത് വെച്ചിട്ട് ഉണ്ടയാക്കി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും 1 സെൻറ്റിമീറ്റർ, അതായത് ആ താഴത്തെ സൈഡ്, 2 സൈഡിലെ സൈഡ്, ആ 3 സൈഡിൽ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം തേങ്ങ ഇടാൻ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കുഴച്ച പൊടികൾ തമ്മിലായിരിക്കും നമുക്ക് ഒട്ടിക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് 3 സൈഡ് വേണം പ്രസ് ചെയ്യാനായിട്ട്. നടുവിൽ അധികം പ്രസ് ചെയ്യണ്ട. അങ്ങനെയാണ് കണ്ടിരിക്കണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും പ്രസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഒട്ടിയിരിക്കാനാണ്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി തട്ട് അല്ലെങ്കിൽ ആ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ അടയല്ലാതെ ഉണ്ടാക്കിയത് എടുത്തു വയ്ക്കാം. അതിനുശേഷം ഞാനൊരു നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു അരമണിക്കൂറിലധികം ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ. ആവി വന്നത് ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചു. അരമണിക്കൂറിലധികം ഞാൻ വേവിച്ചു. ഇതായിപ്പോൾ ഇത് വെന്ത അടയാണ് നിങ്ങൾ കാണുന്നത്. ചൂട് ചെറുതായിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. ആദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് ഇപ്പോൾ കിട്ടണില്ല എനിക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് ഞാൻ വീണ്ടും അത് പിടിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ വലിയ ചൂടില്ല, എന്നാലും നമുക്ക് കൈ പൊള്ളാവുന്ന, ഇതിപ്പോൾ വെന്തിരിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഒന്ന് അമർത്തി തൊടുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ചക്കട ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ്. ഇത് പൊളിച്ച് കഴിയുമ്പോൾ കാണുന്നത് വൈറ്റ് നിറത്തിലുള്ള ആ തേങ്ങയാണ്. ഞാൻ ശർക്കര വിളയിച്ചതല്ല ചേർത്തത്, കാരണം ഇത് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും അല്പം മധുരം കുറവ് മതി, മധുരം കൂടുതൽ വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ചക്ക കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒപ്പം നല്ല ഫൈബറുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, ബൈ.